എന്ന സന്ദർഭത്തിൽ ഇതൊക്കെ ഒരു സദസ്സിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളി, എന്തും പറഞ്ഞോളി. ഞാൻ ഒരു കള്ളത്തരോ ഒരു കള്ളപ്രവർത്തനോ ഒരു മാന്യമല്ലാത്തതോ ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇനി വിഷമമുള്ളൂ. മൊത്തത്തിൽ നാണക്കേടായ കാര്യങ്ങളാണ് ഈ ജാതി ചർച്ചകൾ എന്നുള്ളത് ശരിയാണെങ്കിൽ ഏത് ഇത്തരം ആരോപണം ആര് പറഞ്ഞാലും ധൈര്യമായി അതിന് മറുപടി പറയാനും തെളിവുകൾ നിരത്താനും ഞാൻ സന്നദ്ധനാണ്. എനിക്കതിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത്. അതല്ല, ഞാൻ പറഞ്ഞ ഈ വാദം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, അത് അനുവദനീയമാണ്, ചെയ്യാവുന്നതാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗം നിർത്തി ജീവിതം അവസാനിപ്പിച്ച് പോയിരിക്കും ചെയ്യാം. വാദം അതാണ്. നേരെ മറിച്ച് ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഇതോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ സംഘടനയുടെ ലെറ്റർ ഹെഡിൽ എന്റെ ആവശ്യത്തിന് പണം പിരിവ് നടത്താൻ ഞാൻ എഴുതിയത് ആരെങ്കിലും കള്ളത്തരം ചെയ്യല്ലാതെ അള്ളാനെ സാക്ഷി നിർത്തി നിങ്ങളെ മുമ്പാകെ എവിടുന്നും ഇന്ന് വരെ അങ്ങനെ ഒരു കത്ത് ലെറ്റർ പേഡിലോ അല്ലാത്തതിലോ ഞാൻ എഴുതിയിട്ടില്ല എന്ന് തീർച്ചയായും എനിക്ക് പറയാൻ കഴിയും. മൂന്നാമത്തെ പ്രാവശ്യം ഇതേപോലെ ഞാൻ പോരാൻ സമയത്ത് തലേന്ന് എന്നെ വിളിച്ചിട്ട് എത്ര മണിക്കാ ഫ്ലൈറ്റ് പോണെന്ന് വെച്ചാൽ ഞാൻ 8 മണിക്ക് റൂമിൽ നിന്ന് പോകും. എന്നാൽ ഞാൻ രാവിലെ അവിടെ വരും. ഒരു കുട്ടി അറിയരുത് ഞാൻ തരുന്ന ഈ പൈസ, അത് വാങ്ങിയേ പറ്റുള്ളൂ. പിന്നെ അവിടെ ഇല്ല, എന്നെ നിന്റെ ഒരു അഹായിട്ട് സഹോദരനായിട്ട് കണ്ടിട്ടില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വരുന്നതും ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരുന്നതും പരസ്പരം ഈ സഹകരണം അതുകൊണ്ടല്ലേ. എന്നാൽ ഒരു സഹോദരനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സഹോദരന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വീകരിക്കൂല, അതുമായിട്ടുണ്ട് വരരുത്. 8 മണിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ട ഞാൻ 6 മണിക്ക് പരപ്പനങ്ങാടി അബ്ദുൽ വഹാബിനെ വിളിച്ച് 6 മണിക്ക് എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിടണം. ഇയാൾ വരരുത്, വന്നാൽ എന്നെ കാണരുത് എന്നുള്ള നിലക്കാണ് ഞാനാ ചെയ്തത്. അങ്ങനെ ഞാൻ പോന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു സംഖ്യ അബ്ദുൾ റസാഖിനെ ഏൽപ്പിച്ചു. അതിന്റെ കാര്യം പണ്ട് ഉമർ ബിൻ ഖത്താബ് ഒരു വലിയ കുപ്പായിട്ടപ്പോൾ ചോദിച്ചല്ലോ, ഞാൻ ഉമറിനെ പോലത്തെ ആളായിട്ടല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്താ ഞങ്ങൾക്കൊക്കെ തന്നെ അളവ് കുപ്പായല്ല നിങ്ങൾക്കും, പിന്നെന്താ അത്ര വലിയ കുപ്പായം എവിടുന്ന് കിട്ടി വെച്ചപ്പോൾ അബ്ദുള്ള അതിന് മറുപടി പറയാറുള്ളൊരു സംഭവമുണ്ട്. കാരണം എന്താ, മകൻ അബ്ദുള്ളന്റെ കുപ്പായ ശീലം കൂടി കൂട്ടിയിട്ട് വാപ്പ വലിയ തടിയുള്ളതുകൊണ്ട് ഒരാൾക്കുള്ള ശീലം കൊണ്ട് കുപ്പായം തുന്നാൻ കഴിയൂല, അതുകൊണ്ട് മകൻ്റെയോടും കൂടി കൂട്ടി തുന്നിയതാണ്. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ഇതിന്റെ ഒന്നാം സാക്ഷി. അതുകൊണ്ട് അദ്ദേഹം അത് പറയട്ടെ. അത് പറഞ്ഞ് ഞാൻ അവസാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഒന്നാം സാക്ഷി മാത്രമല്ല, ഞാൻ ഒന്നാം പ്രതിയുമാണ്. ഇതിൽ ഒന്നാമത്തെ പ്രതി ഞാനാണ്. ഇത് നടന്നിട്ട് ഏറെക്കുറെ കുറെ കാലമായി. എന്റെ കണ്ണിന്റെ മുമ്പിലൂടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ. ഈ 3 അറബി കത്തുകൾക്ക് ക്യാൻസർ 1, ക്യാൻസർ 2, ക്യാൻസർ 3 എന്നൊക്കെ പേരിട്ടുകൊണ്ട് നമ്മളുടെ സലഫി കുട്ടികൾ ലോകത്താകെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ഈ രൂപത്തിൽ കള്ളപ്രചാരം നടത്തിയത്. ഇതൊന്ന് വിശദീകരിക്കാൻ, എവിടെങ്കിലും ഒന്ന് പറയാൻ പലയിടത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ പൊതുവായ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, നിങ്ങളെ സാക്ഷി നിർത്തി, ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണോ പറയുന്നത് അതിന് ഞാൻ ഉത്തരവാദിയാണ് എന്ന് കൃത്യമായ ബോധത്തോടുകൂടി. മാത്രവുമല്ല, ഞാൻ എന്റെ ഈ വിശദീകരണത്തിൽ 1-2 പേരുകൾ പറയും. അറബ് ലോകത്തുള്ള അവരും ഈ എന്റെ ഈ വിശദീകരണം നാളെയോ മറ്റന്നാളോ വ്യക്തമായി കേട്ട് മനസ്സിലാക്കും എന്ന ബോധത്തോടുകൂടി ഞാനത് വിശദീകരിക്കാം. ഞാനാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രതി. ഇവിടെ പറഞ്ഞല്ലോ, അബ്ദുറഹ്മാൻ സലഫി അവിടെ വന്നപ്പോ എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത്? സാധാരണ വിസിറ്റിംഗ് വിസയിലാണ് നേതാക്കന്മാര് വരാറുള്ളത്, അബ്ദുറഹ്മാൻ സലഫിയും വരാറുള്ളത്. ഒരിക്കൽ വന്നപ്പോ ഇക്കാമയാണ്. ഇക്കാമന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഷെയ്ഖ് ചോദിക്കുകയാണ് അബ്ദുറഹ്മാൻ സലഫിയോട്, എന്തിനാണ് ഇക്കാമയിൽ വന്നത്? അപ്പൊ അദ്ദേഹം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഈ ഷെയ്ഖ് നമ്മെ അറിയുന്ന, കേരള നേതൃത്വത്തിൽ മുജാഹിദീനെ ശരിക്കറിയുന്ന, നമ്മളെ വലിപ്പവും നമ്മളെ പ്രവർത്തനങ്ങളും അറിയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അറിയുന്ന ഒരാള് അയാൾക്ക് മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് അദ്ദേഹം എന്നെ സമീപിച്ചു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ, എന്തിനാണ് സൗദി അറേബ്യയിൽ നിന്നെപ്പോലെ ജോലി ചെയ്യാൻ ഇക്കാമയിൽ വന്നത്? അപ്പൊ ഞാനിങ്ങനെ ഒന്നിങ്ങനെ ഉണ്ടാകുന്നു. അദ്ദേഹം ഇവിടെ വരേണ്ട ആളല്ലല്ലോ, അദ്ദേഹം നാട്ടിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനെ നേതൃത്വം കൊടുക്കേണ്ട ആളല്ലേ, നമ്മളെ സലഫി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളല്ല, അവിടെ കണ്ടിയാലേ ഇവിടെ ജോലി ചെയ്യാൻ വരേണ്ട ആൾ. എന്താണ്
അപ്പൊ ഞാൻ അതിനൊന്നും വേണ്ടിയില്ല. എന്നിട്ട് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫിക്ക് ചില പ്രയാസങ്ങൾ നാട്ടിലുണ്ട്, ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പല രൂപത്തിലുണ്ട്, അദ്ദേഹം ആ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, കാരണം ഇതിനെ ഇദ്ദേഹത്തിനൊരു വിശദീകരണം കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവും. ഞങ്ങളൊക്കെ വരുന്നത് പോലെ അദ്ദേഹം ഇരിക്കാമയിൽ ജോലിക്ക് വന്നു. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളോ കടങ്ങളോ വല്ലതുണ്ടെങ്കിൽ അദ്ദേഹം അത് ജോലി ചെയ്ത് വിട്ടട്ടെ. നമ്മളിവിടെ നല്ല എന്തെങ്കിലും ഒരു ജോലി ശൈഖ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. എന്നിട്ട് ഞങ്ങളാണ് പറയുന്നത്, അദ്ദേഹത്തിന് വല്ല ഇസ്ലാമിക് മിനിസ്ട്രിയിലൊക്കെ ഒരു നല്ല ജോലി നിങ്ങൾ ശരിയായി കൊടുത്താൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാഹി സെന്ററുകൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ഞാൻ അവിടെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ഒരു വസിയത്ത് ചെയ്തു, അബ്ദുറസാഖ്, പണ്ഡിതന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അബ്ദുറസാഖ് നീയും ഞാനും ഏറ്റെടുക്കണം. പണ്ഡിതന്മാരെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ പറഞ്ഞേക്കണം. അത് ഇജ്ജ് അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ എനിക്കത് അംഗീകരിക്കാലോ, ഞാൻ തീർത്തും അംഗീകരിക്കുന്നുണ്ട് ഷെയ്ഖാറിന്. ഓക്കെ, എങ്കിൽ ഞാൻ നിന്നെ സമീപിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞതാ. പിരിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം, കുറെ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജിദ്ദയിൽ വന്നു. ഞാൻ ഓഫീസിലാണ്. ജിദ്ദയിൽ വന്നിട്ട് സമീപിച്ചത് അബ്ബാസാക്കനാണ്, നിങ്ങളെയാണ്, എന്റെ മുന്നിലിരിക്കുന്ന അബ്ബാസാക്കനെയും പരിയപ്പറങ്ങാടി അമീദാക്കനെയും. അപ്പൊ നിങ്ങളാണ് എന്നോട് പറഞ്ഞത്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാന് നിങ്ങളെ കണ്ടേ പറ്റൂന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നെന്തിനാ കാണുന്നത്? സാധാരണ എന്നെ കാണല് മൂപ്പർക്ക് അദ്ദേഹത്തിന് വല്ല പിന്നെ ഡ്രൈവർ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് അതിന് നിങ്ങളുണ്ടല്ലോ, ഞാൻ ഓഫീസിൽ ഒരല്പം തിരക്കാണ്. അല്ല, നിങ്ങളെ കണ്ടേ പറ്റൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അപ്പൊ ഇവരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോ നമുക്ക് എന്നെ എയർപോർട്ടിൽ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഞാൻ വരേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ ഇവരോടും അദ്ദേഹത്തോടും ചോദിക്കുക. അല്ലല്ല, വിഷയം ഉണ്ടെന്നൊരു കേറ്റാണ്. എന്നിട്ട് എയർപോർട്ടിലേക്ക് ഞാൻ എന്റെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ബഹുവന്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ എന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, നീ ഓർക്കുന്നുണ്ടോ ഞാൻ നിന്നോടൊരിക്കല് പണ്ഡിതന്മാരുടെ പ്രയാസങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്നും പണ്ഡിതന്മാരെ നാട്ടിൽ പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കാൻ വിടണമെന്നും പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ശരിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ആ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കണം. അത് എന്റെ അടുത്ത് അതിനൊരു സാമ്പത്തിക സഹായം ഞാൻ ഒരു ഉന്നതനായ ഒരാളെടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് സത്യത്തിൽ സന്തോഷമാണ് തോന്നിയത്. കാരണം നദ്വത്തുൽ മുജാഹിദിന്റെ ഇത്തരം പ്രയാസങ്ങൾ എന്തെങ്കിലുമുള്ള പണ്ഡിതന്മാർക്ക് എന്തിനാണ് അവരവിടെ പിന്നെ സൗദിയിൽ ഇക്കാമക്ക് വരുന്നത്? നാട്ടിൽ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് വീഴട്ടെ. ഞാൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തോട് മാഷാ അല്ലാ ഷെയ്ഖെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യൂ, വേറെ ഒരു അറബി ഷെയ്ഖും ഈ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ കൈകാര്യം ചെയ്യൂല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആ കാശ് നീ എത്തിച്ചു കൊടുക്കൂ അബ്ദുറഹ്മാൻ സലഫിക്ക്. ഒരു പൊട്ടനായിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. കാരണം എനിക്ക് ആ രൂപത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെ ആ നിമിഷം വരെ അങ്ങനെ അറിയില്ല. ഞാനൊരു പൊട്ടനായിക്കൊണ്ട് തീർച്ചയായും ഷെയ്ഖ് ഞാനത് ഞാൻ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എങ്കിൽ എന്നോട് പറഞ്ഞു, എന്നാലും ഒരു ബൂഫിയയിൽ നിർത്തി. ബൂഫിയ ഒരു ചായ കുടിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ബൂഫിയെ കയറി. എന്നിട്ട് എന്റെ ഇക്കാമ ആവശ്യപ്പെട്ടു ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ. എന്റെ ഇക്കാമയിലെ എന്റെ പേരിൽ അദ്ദേഹം ചെക്ക് എഴുതുക. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല, കാശ് ബാങ്ക് അക്കൗണ്ടിലാ. എന്റെ ഇക്കാമയിലുള്ള പേര് അദ്ദേഹം എന്റെ പേരിൽ ചെക്ക് എഴുതുക. ചെക്ക് എഴുതിയിട്ട് പറഞ്ഞു, നീ ഒരു ബാങ്കിൽ പോയിട്ട് ആ പൈസ എടുക്കണം. ഓക്കെ, ഞാൻ എവിടെങ്കിലും ഒപ്പിട്ട് തരണം, അതൊന്നും വേണ്ട, അതൊക്കെ നീയും ഞാനും തമ്മിലുള്ള ഇടപാട്. എന്നിട്ട് ഇത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പൈസ എത്തിച്ചു കൊടുക്കാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു. എനിക്ക് യാതൊരു കാരണവശാലും അദ്ദേഹം അക്കൗണ്ട് നമ്പർ തന്നില്ല. ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ തരണല്ലേ? എനിക്ക് അക്കൗണ്ട് നമ്പർ ഒന്നുമില്ല എന്ന് സലഫി അപ്പൊ പറഞ്ഞു. അപ്പൊ ഞാൻ ജിദ്ദയിലെ ഒരു സഹോദരന്റെ സഹായത്തോടു കൂടി, സയ്യിദ് അലവി അരിപ്ര എന്ന എന്റെ അടുത്തൊരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ ബാങ്ക് വഴിയല്ലാത്ത ഒരു രൂപത്തിൽ ആ കാശ് ഞാൻ അയക്കുക. അങ്ങനെ ആ കാശ് അത് അയക്കുകയും അത് ഇവിടെ ലഭിക്കുകയും അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഞാൻ അബ്ദുറഹ്മാൻ സലഫിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്നോട് വളരെ പൊട്ടിത്തെറിച്ചിട്ട്, അബ്ദുറസാഖ്, താങ്കൾക്കും എനിക്കും ഒരു നല്ല വ്യക്തിബന്ധമുണ്ട്, പക്ഷെ താങ്കൾ അത് ദുരുപയോഗം ചെയ്യരുത് എന്നൊരു വാക്ക് എന്നോട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി. കാരണം അത്തരം ഒരു വാക്ക് പിന്നെ എല്ലാ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സ്നേഹിച്ച് നടക്കുന്ന എനിക്ക് അങ്ങനത്തെ ഒരു പ്രയോഗം എന്താണ് സലഫി പറയുന്നത് എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ഫോണ് ഞാൻ അവിടെ എനിക്ക് മൂപ്പര് പറയുന്നില്ല, ഞങ്ങൾ അവിടെ ഫോണ് ഒന്നും പറയാതെ അവസാനിക്കുക ചെയ്തത് യഥാർത്ഥത്തിൽ. പിന്നാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫി എന്നെ വിളിച്ചിട്ട് കരയുന്നത്.
ഭയങ്കര കരച്ചില്. അപ്പൊ ഞാനെന്തോ മരണാണ്, നിങ്ങൾ എവിടെയാണ്? അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഇന്നൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഓഫീസിലാണ്. എന്നിട്ട് പറയുന്നത്, ഇന്ന് ഇതാ മടവൂരികളുടെ മഞ്ചേരിയുടെ സമ്മേളനത്തിൽ ഏതോ ഒരു അറബിയിലുള്ള കത്ത് വായിക്കുന്നുണ്ട്. ആ കത്തിൽ ഞാൻ സഹായം ചോദിച്ചതായി, സാമ്പത്തിക സഹായം അറബി ശൈഖന്മാരോട് ചോദിച്ചതായിട്ടുള്ള കത്താണ് അത് വായിക്കുന്നത്. എന്താണ് ആ കത്ത് എന്നാ ചോദിക്കണത്. അബ്ദുറസാഖ് എന്താണ് ആ കത്ത്? അപ്പൊ എനിക്കും ആ കത്ത് എന്താണെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ആദ്യം ഞാൻ ഈ പൈസന്റെ കാര്യം പറഞ്ഞപ്പോ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലീദാൻ എന്റെ കയ്യിൽ നേരിട്ട് ഞാൻ റിയാദിലായിരിക്കെ കൊണ്ടെത്തന്ന കാശാണത്. ഞാൻ ആ കാശ് നിരസിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നെ അത് നിർബന്ധം ചെലുത്തി വാങ്ങാൻ പ്രേരിപ്പിച്ചു. ആ പൈസ ഞാൻ അദ്ദേഹത്തിന്റെ തോപിന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ സ്വീകരിക്കാത്തൊരു പൈസ നീ എന്തിനാണ് എനിക്ക് വേണ്ടി സ്വീകരിച്ചതെന്ന് സലഫി ചോദിച്ചു. അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമുള്ള സംഭവം. പിന്നാണ് ഈ കത്ത് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാനവായി വിളിക്കുകയാണ്. എന്താണ് ഒരു അറബി കത്ത് ഇന്ന് പിന്നെ മടവൂർ വിഭാഗത്തിന്റെ ഒരു പ്രോഗ്രാമിൽ വായിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ സലഫി താങ്കളോട് സാമ്പത്തിക സഹായം ചോദിച്ചു എന്നറിയിച്ചുകൊണ്ടുള്ളൊരു അറബി കത്ത്. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അറബി കത്ത്? അന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് അറിയില്ല ആ കത്ത് എന്താണ്, എനിക്കും അറിയില്ല. ഇതിന്റെ ഒന്നാമത്തെ പ്രതിയായ എനിക്കും അറിയില്ല എന്താണ് ആ കത്ത്. അപ്പൊ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ എന്നോട് ആവശ്യപ്പെടുകയാണ് ആ കത്തിന്റെ കോപ്പി ഒന്ന് വരുത്തുക. ഞാൻ ഉടനെ സലഫിനെ വിളിച്ചിട്ട്, ആ കത്ത് എന്ത് കത്താണത്, എവിടെയാണ് അതുള്ളത്? കത്തിന്റെ കോപ്പി എന്റെ അടുത്തുണ്ട്. ഇങ്ങനെ ഇങ്ങക്ക് കിട്ടി? അതാണ് അരീക്കോട് സ്വന്തം സുഹൃത്തായ അരീക്കോട് NV സക്കരിയ വഴിയാണ് അബ്ദുറഹ്മാൻ സലഫിക്ക് ആ കത്ത് കിട്ടുന്നത്. കാരണം അദ്ദേഹം NV സക്കരിയക്ക് കിട്ടുന്നത് ഹുസൈൻ മടവൂരിന്റെ ഏതോ വിഭാഗത്തിലെ ഏതോ ആളുകളിൽ നിന്നാണ്. അവർക്ക് കിട്ടുന്നത് അവര് പറഞ്ഞ പ്രകാരം നമ്മളുടെ സലഫി പ്രവർത്തകര്, അറബ് ലോകത്തുള്ള സലഫി പ്രവർത്തകരിൽ നിന്നാണ് ഈ കത്ത് കിട്ടുന്നത്. ആ കത്തിന്റെ കോപ്പി കിട്ടിയപ്പോ ആ കത്ത് വളരെ ക്ലിയറാ. 2-3 കത്തുകളാ. ഒന്ന്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ തന്നെയും അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ അബ്ദുറഹ്മാൻ സലഫിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതോ ഷെയ്ഖിന് എഴുതുന്ന ഒരു കത്താണത്. രണ്ടാമത്തെ ഒരു കത്ത് മദീനയിലെ ഡോക്ടർ അഷ്റഫ് മൗലവി, അദ്ദേഹം വലിയൊരു പ്രബോധകനും പണ്ഡിതനുമാണ്. ഈ പ്രസ്ഥാനത്തെ ഞങ്ങളെയൊക്കെ ഇസ്ലാഹി സെന്ററുകളൊക്കെ ഏറെ സഹായിക്കുന്ന ഒരു പണ്ഡിതനാണ് അഷ്റഫ് മൗലവി. അദ്ദേഹം മലയാളിയുമാണ്, പക്ഷേ അദ്ദേഹം അറബ് ലോകത്ത് ദീർഘകാലം ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ അദ്ദേഹം എഴുതിയ കത്താണ്. അത് എഴുതുന്നത് അബ്ദുറഹ്മാൻ സലഫി ഞാൻ അറിയും, കേരളത്തിലെ ഉന്നതനായ ഒരു പണ്ഡിതനാണ്, നെദവത്തുൽ മുജാഹിദിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സഹായിക്കൽ, പിന്നെ പ്രബോധന പ്രവർത്തകർക്ക് മുന്നിൽ നടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ സഹായിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കത്താണ്. അപ്പൊ ഈ കത്തൊക്കെ ഞാൻ ഈ ഷെയ്ഖീദാൻ അയച്ചു കൊടുക്കുക. ഇതാണ് കത്ത്. അപ്പൊ എന്താ സംഭവം? ഷെയ്ഖീദാൻ പറയാണ്, ഞാനും നീയും പണ്ട് റിയാദിൽ സംസാരിച്ച പ്രകാരം അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നം ആരാ പറഞ്ഞത്? ഞാനാ. എന്തിനാണ് ഇക്കാമക്ക് സൗദിയിൽ ജോലിക്ക് വന്നത് എന്ന ഒരു അറബി ഷെയ്ഖിന്റെ ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടിയാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക പ്രയാസം, അദ്ദേഹം ജോലി ചെയ്യാൻ വന്നതാവും എന്ന് സ്വാഭാവികമായ അപ്പോഴുണ്ടായ ഒരു പ്രതികരണം. ആ പ്രതികരണത്തിന് ശേഷം അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് തീരുമാനിച്ചു അബ്ദുറഹ്മാൻ സലഫിയെ സഹായിക്കണമെന്ന്. അദ്ദേഹം പൈസക്കാരനല്ല, പക്ഷെ സൗദിയിലെ ഏതെങ്കിലും കാശുള്ള ആളുകൾ ഇരുത്തുന്ന പൈസ വാങ്ങണം. ആർക്ക് വേണ്ടിയാ പൈസ വേണ്ടത്? ഇന്ത്യക്കാരനായ അബ്ദുറഹ്മാൻ സലഫിക്ക്. ഒരു സൗദിക്ക് ഇന്ത്യക്കാരനായ അബ്ദുറഹ്മാൻ സലഫിക്ക് പൈസ വാങ്ങാൻ പറ്റൂല. ആരെങ്കിലും ഒരു ഇന്ത്യക്കാരനെ പരിചയപ്പെടുത്തണം. അതിനുവേണ്ടി ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ പറയാണ്, അതിനുവേണ്ടി ഞാൻ ഡോക്ടർ അഷ്റഫ് മൗലവിയെ വിളിച്ചു. അഷ്റഫ് മൗലവി ഇന്ത്യക്കാരനാ, ഒറിജിൻ. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അബ്ദുറഹ്മാൻ സലഫിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് വരണം. ആ കത്തിൽ എഴുതേണ്ട സെന്റൻസുകൾ എന്തായിരിക്കണമെന്ന് ഡോക്ടർ അഷ്റഫ് മൗലവിക്ക് പറഞ്ഞു കൊടുത്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ ആണ് എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാനും ഡോക്ടർ അഷ്റഫ് മൗലവിയുടെ സാന്നിധ്യത്തിൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ജിദ്ദയിൽ വെച്ച് ഞങ്ങളോട് അവർ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ കൊടുത്ത സെന്റൻസ് ആണ് അഷ്റഫ് മൗലവി ഒരു പരിചയപ്പെടുത്തൽ കത്ത്. ആവശ്യപ്രകാരം? ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാന്റെ ആവശ്യപ്രകാരം ഒരു കത്ത് കൊടുക്കുന്നത്. ആ കത്ത് ആവശ്യപ്പെട്ടപ്പോ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ലീദാൻ വളരെ വ്യക്തമായി ഡോക്ടർ അഷ്റഫ് മൗലവിയോട് ഉണ്ടായിരുന്നു, ഇത് ഞാനും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇങ്ങനെ ഒരു കത്ത് ചോദിച്ചതും നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു കത്ത് തന്നതും ഞാനും നിങ്ങളുമല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല
എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലീദാൻ അഷ്റഫ് മൗലവിയോട് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലീദാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മൊബൈൽ വിളിച്ചാൽ സൗദിയിലെടുക്കും. അദ്ദേഹം അറബി സംസാരിക്കുന്ന ആളാണ്. നമ്മളെ കൂട്ടത്തിലൊക്കെ ഈ മെയിലുകളൊക്കെ പിന്നെ ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ അറബി സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, മാലോകർക്ക് ഈ കത്തുകള് ക്യാൻസർ ഒന്ന് എന്താ ഈ ക്യാൻസർ ഒന്നെന്ന് നിങ്ങൾക്കറിയോ? അബ്ദുറഹ്മാൻ സലഫിന്റെ ഒരു മകന് ക്യാൻസർ ആയിരുന്നു. അങ്ങനെയാണ് ആ മകൻ മരണപ്പെട്ടത്. ആ മകന് അള്ളാഹു കൊടുത്ത രോഗത്തിന്റെ പേര് ഈ ലെറ്ററിന് ഫയൽ നെയിം ഇട്ടുകൊണ്ട് അയച്ച നമ്മളെ മുജാഹിദ് പ്രവർത്തകരുടെ മനസ്സിന്റെ ജീർണത എന്തുമാത്രമാണ്. ഈ കത്ത് ഞങ്ങൾ ഇപ്പോഴും ഷെയ്ഖിന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ കത്ത് ഷെയ്ഖെ, നിങ്ങളും ഞാനും നിങ്ങളും അഷ്റഫ് മൗലവിയും പ്രതിയായ ഈ ഒരു സംഭവം അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ. പക്ഷേ തകരുന്നത് അബ്ദുറഹ്മാൻ സലഫി അല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെയാണ് ഇത് വെച്ചിട്ട് തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അപ്പോഴും പറഞ്ഞത് ഒരുപാട് അദ്ദേഹം സമാധാനിപ്പിച്ചു. അബ്ദുറഹ്മാൻ സലഫി ഇതുകൊണ്ട് നേടുകയല്ലാതെ പരലോകത്ത് നേടുകയല്ലാതെ ഒന്നും അബ്ദുറഹ്മാൻ സലഫി പേടിക്കേണ്ടതില്ല. ഇത് ഫിത്നയാണ്, ഫിത്ന അങ്ങനെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ 3-4 കത്തുകൾ. ഈ കത്ത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സലഫി അറിയുന്നതല്ല. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലീദാൻ നല്ലൊരു കാര്യം ചെയ്തതാണ്. ഈ കേരള നദുവത്തുൽ മുജാഹിദിനെയും അതിന്റെ പ്രവർത്തനത്തെയും അതിന്റെ ദൗത്യത്തെയും അതിന്റെ പണ്ഡിതന്മാരെയും അടുത്തറിയുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലീദാൻ അദ്ദേഹം ഒരു കാര്യം അറിഞ്ഞപ്പോ, എന്നിൽ നിന്നറിഞ്ഞപ്പോ അദ്ദേഹം ചെയ്ത ഒരു വലിയ നല്ല കാര്യം. പക്ഷേ അത് വെച്ചിട്ട് പിന്നെ KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി അറബികളോട് ഇരക്കുന്നു, ഫയൽ നമ്പർ 1, അമീറിനോട് ഇരക്കുന്നു, ഫയൽ നമ്പർ 2, മുഴുവൻ മനുഷ്യരോടും ഇരക്കുന്നു. ഇതൊക്കെ മംഗ്ലീഷിൽ ഫയൽ നെയിമാ. ഒരാൾ വിടുമ്പോ അങ്ങനെ ഫയൽ നെയിം, വേറൊരാൾ വിടുമ്പോ ക്യാൻസർ 1, ക്യാൻസർ 2, ക്യാൻസർ 3. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. ഞാനാണ് അതിൽ 1-ാം പ്രതി. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലീദാൻ അത് നല്ലൊരു കാര്യം ചെയ്തതാണ്. അതിന് കത്ത് കൊടുത്ത ഡോക്ടർ അഷ്റഫ് മൗലവിയുടെ സൗദിയിലെ മൊബൈലിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അദ്ദേഹം മലയാളം സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു തരും ഈ കത്തുകളുടെ ദുരവസ്ഥ. എന്നിട്ടാവാമായിരുന്നില്ലേ ഈ അറബി കത്തുകള് മാലോകർക്ക് ലക്ഷങ്ങള് ഐഡികളുള്ള വെബ്സൈറ്റിലേക്ക് സലഫി കുട്ടികൾ എന്ന് പറയുന്ന നമ്മളുടെ മക്കള് എഴുതാൻ എന്തുമാത്രം അധപ്പതിച്ചു പോയി. അതുകൊണ്ട് ഇത് ചെയ്ത ആളുകൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാശ്ചാത്തപിക്കണം, ഇതിൽ നിന്ന് പിന്മാറണം. ഇത് നമ്മൾ അബ്ദുറഹ്മാൻ സലഫി സ്വർഗത്തിൽക്കാവ് പോകും. ഇതുകൊണ്ട് ഈ മെയിലുകൾ അയച്ച നമ്മളൊക്കെ അബ്ദുറഹ്മാൻ സലഫി കാരനായി നരകത്തിലേക്ക് പോകും. നമ്മളെ അമലുകൾ എന്തിനാണ് അബ്ദുറഹ്മാൻ സലഫിക്ക് കൊടുത്തിട്ട് അബ്ദുറഹ്മാൻ സലഫി സ്വർഗത്തിൽ പോണേ? എന്തിനാണ് നമ്മൾ അമലുകൾ അബ്ദുറഹ്മാൻ സലഫിക്ക് കൊടുത്തിട്ട് നമ്മൾ നരകത്തിലാവണത്? ഇത് ചിന്തിക്കുക. ഞാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പിന്നെ അറബി ലോകത്തൊക്കെയുള്ള നമ്മളുടെ ഇസ്ലാഹി സലഫി പ്രവർത്തകര്, സഹപ്രവർത്തകര് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പാശ്ചാത്തപിക്കുക. പറ്റുമെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയോട് പിന്നെ ക്ഷമ ചോദിക്കുക, അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുക. ഇതിൽ നിന്ന് സഹോദരന്മാരെ സമ്പൂർണ്ണമായി പിരിയാനുള്ള അവസരമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, ആ പൈസ അബ്ദുറഹ്മാൻ സലഫി ഒരു റൂമിൽ നിന്ന് വാശി പിടിച്ചു. ഈ സംഭവം ഉണ്ടായപ്പോ എനിക്ക് നിന്റെ പിന്നെന്താ വലിയ വർത്താനൊന്നും കേൾക്കണ്ട, ആ കാശ് നിന്റെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചയച്ച് ചെക്ക് അയച്ച് ട്രാൻസ്ഫർ ചെയ്ത് ഫോം മഞ്ചേരിയിൽ മടപൂരികൾ വായിക്കുന്നതിന് മുമ്പ് അത് അയച്ച ബാങ്കിന്റെ വർക്കിന്റെ ഡീറ്റെയിൽസ് കോപ്പി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അബ്ദുറഹ്മാൻ സലഫിനോട്, സലഫി ഇത് രാവിലെ ഒരു 10 മണി സൗദി ടൈമിനാണ് ഈ വിളിയൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ സലഫി, കാരണം നമ്മൾ ചെയ്തൊരു തെറ്റല്ലേ, സലഫിനോട് പറഞ്ഞു, സലഫി അതൊക്കെ ചെയ്തുതരാം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഞാൻ അതൊക്കെ ചെയ്തിട്ടേക്കാൻ. എന്നിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിലും മറ്റൊക്കെ ഉള്ള കാശുകളുള്ള അക്കൗണ്ട് റെഡിയാക്കി പിന്നെ ആ കാശിന് ചെക്ക് എഴുതി പിന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന്റെ കോപ്പി അബ്ദുറഹ്മാൻ സലഫിക്ക് അയച്ചു കൊടുത്തു. അതിന്റെ കോപ്പി പടി അയച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ സലഫി ആ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അതാണ് അതിന്റെ ഒരു സംഭവം. ഒരു ബന്ധോട് പറഞ്ഞിട്ട് ഇത് ഇത്രയും ഈ ഒരു സംഭവം ചിലപ്പോ ഇത് ഒരുപക്ഷെ അബ്ബാസ് സാഹിബ്, റസാഖ്, സലഫി ഇതൊക്കെ യാദൃച്ഛികമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതാകാം. ഇത് പറയാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു ഒരുപക്ഷെ ഈ ഒരു അവസരം ഉണ്ടാക്കിയത്. ഇങ്ങനെ എല്ലാവരും സാക്ഷികളുണ്ട്. ഇതുപോലെ അവസരം വേറൊരു സദസ്സിൽ കിട്ടിക്കണമെന്നില്ല. ഇത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, അഥവാ ഈ കത്ത് മദീനയിൽ നിന്നോ ചില ഫയലുകളിൽ നിന്ന് എടുത്ത് കേരളത്തിലെ മടവൂരികൾക്ക് അയച്ചു കൊടുത്ത് അത് പ്രസംഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അത് പിന്നെ അബ്ദുറഹ്മാൻ സലഫി തന്നെ അറിഞ്ഞ് ആ വിവരം മഞ്ചേരി പ്രദേശങ്ങളിൽ ചില ആളുകൾ ഈ കത്ത് ഫോട്ടോ കോപ്പി എടുത്ത് നമ്മുടെ ചില പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്തപ്പോ
ഇതിന്റെ നിജാവസ്ഥ അറിയാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയുടെ വീട്ടിൽ ഇത് അറിഞ്ഞ അന്ന് രാത്രി ഞാനും എന്നോടൊപ്പം ശുക്കൂർ സലാഹിയും ചെന്നു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഇതിന്റെ നിജാവസ്ഥ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തന്റെ ഫയല് തുറന്നിട്ട് ഷെയ്ഖ് ഈദാൻ അയച്ച കത്ത്, അതുപോലെ തന്നെ അഷ്റഫ് മൗലവി അയച്ച കത്ത്, ഇതിൽ അബ്ദുറഹ്മാൻ സലഫി നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഈദാനും അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന അഷ്റഫ് മൗലവിയും അയച്ച കത്ത് അദ്ദേഹം തുറന്നു കാണിച്ചു തന്നു. ഞങ്ങൾ ചോദിച്ചു, എങ്കിൽ ഈ കത്ത് ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ പലരും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, ഇത് പുറത്ത് വിട്ടുകൊള്ളട്ടെ എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ്. ആ കത്ത് പോലും, അഥവാ അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് അറബിയിൽ അഷ്റഫ് മൗലവി എഴുതിയ കത്തും ഷെയ്ഖ് ഈദാൻ എഴുതിയ കത്തും ഇന്നും അദ്ദേഹത്തിന്റെ ഫയലുണ്ട്. ഈ പരിപാടി കഴിഞ്ഞ് ഇടവണ്ണക്ക് പോവാണെങ്കിൽ അദ്ദേഹം ഫയൽ തുറന്നത് കാണിച്ചു തരും. ഇന്നുമുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും അതുപോലെ തന്നെ ഈ ഇദ്ദേഹം സലഫി വന്ന വണ്ടിയുടെ ഡ്രൈവറും സലഫിയും അതുപോലെ തന്നെ ഹനീഫും കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, പരിപാടിക്ക് വരുന്ന വഴിക്ക് ഞാൻ ഇന്നും പറഞ്ഞു, സലഫി ആ കത്ത് പുറത്ത് വിട്ടുകൂടെ, ആ 2 കത്ത് നിങ്ങൾ പുറത്ത് വിട്ടുകൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, അതെന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സംഗതിക്ക് സംഘടന ചാനൽ ഉപയോഗിക്കേണ്ട എന്നാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മദീനയിൽ ജോലി ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി വിളിച്ചിട്ട് നിങ്ങളുടെ പിതാവിന്റെ പേര് പറഞ്ഞും അബ്ദുറഹ്മാൻ സലഫിയുടെ മകന്റെ പേര് പറഞ്ഞും അബ്ദുറഹ്മാൻ സലഫി പിരിവ് നടത്തിയ പേരും നിങ്ങൾ അറിയോ എന്ന് മദീനയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് പരിചയപ്പെടുത്തി അബ്ദുള്ള സുല്ലമിക്ക് വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് കേരളമൊട്ടാകെ വിതരണം ചെയ്ത ആളുകളുണ്ട്. കേരളമൊട്ടാകെ അത് വിതരണം ചെയ്തു. സ്വന്തം ജ്യേഷ്ഠനെ വിളിച്ചിട്ട് ഈ രൂപത്തിൽ ആരോപണം അനുജന്റെ പേരിൽ പറഞ്ഞിട്ട് വാപ്പയുടെ പേരിൽ പിരിവ് നടത്തി എന്ന് പറഞ്ഞ്, മകന്റെ പേരിൽ പിരിവ് നടത്തി എന്ന് പറഞ്ഞ് അതിവിടെ SMS ചെയ്ത, അതുപോലെ തന്നെ പരസ്പരം സെൻഡ് ചെയ്ത് കളിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫോൺ വിളിച്ച അബ്ദുള്ള സുല്ലമിക്ക് ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞ ആള് മദീനയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ മദീനയിൽ നിരന്തരം ക്ലാസ് എടുക്കുന്ന ആളാണ് അഷ്റഫ് മൗലവി. നിങ്ങൾ മനസ്സിലാക്കണം, നേർക്ക് നേരെ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അഷ്റഫ് മൗലവിയോട് ചോദിച്ചാൽ മതി. അപ്പോ മാന്യ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് ഈ ചോദ്യകർത്താവിനോട് വേണ്ടി പറയും, നാളെ ഇത് ക്ലിപ്പിട്ടിട്ട് ഇറക്കണം എന്തായിരിക്കും അറിയോ, അബ്ദുറഹ്മാൻ സലഫിയുടെ നാടകം എന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിത് ചോദിച്ചത് ഏതർത്ഥത്തിലാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നാളെ ഇത് വരിക അബ്ദുറഹ്മാൻ സലഫിയുടെ നാടകം എന്നായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും അത് പറയാനും ഇത് ഹക്ക് ബോധ്യപ്പെടുത്താനുമുള്ള ഒരു അവസരം കിട്ടി. അൽഹംദുലില്ലാ. ആ രൂപത്തിൽ ആരെങ്കിലും ഈ പറയുന്ന വ്യക്തിഹത്യയിൽ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കുക എന്ന് മാത്രമേ സൂചിപ്പിക്കാനൂ. എന്റെ രണ്ടാമത്തെ ചോദ്യം, ഈ ജിന്നി വിവാദവുമായിട്ടാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാരെ അടിച്ചൊതുക്കാൻ വേണ്ടി ഇല്ലാത്ത ആരോപണം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരെ പേരിൽ ആരോപിക്കുകയാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഉന്നയിച്ച ചോദ്യം ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്നത് ഒരു വലിയ വിഷയമായി നമ്മൾ അവതരിപ്പിക്കാൻ മാത്രം ആർക്കാണ് അത്തരമൊരു വാദമുള്ളത്? ഇത് വെറുമൊരു ആരോപണം മാത്രമല്ലേ എന്ന ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയ സമയം മുതൽ പല ആളുകളും പലയിടങ്ങളിൽ നിന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. എന്തിനാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്? കാരണം അങ്ങനെ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആരെങ്കിലും നമ്മളുടെ കൂട്ടത്തിലുണ്ടോ? പിന്നെ എന്തിനാണിത് പറയുന്നത് എന്ന ഒരു ചോദ്യം ഉയരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ വസ്തുതയിലേക്ക്, അപകടകരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് നേരത്തെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി സംസാരിച്ചത്. അദ്ദേഹം ആ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ഉന്നയിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനമാണ്. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്റെ മുമ്പിലിരിക്കുന്ന പലരും നേരത്തെ
ആദ്യം ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പ്രായമുള്ള ഒരാളെ ഞാൻ കാണുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 3 കൊല്ലമായിട്ടേ ഉള്ളൂ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് എന്ന. എങ്ങനെയാണ് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്? ഇവിടെ ഒരു പള്ളിയൊക്കെ ആയി, ഇവിടെ കുറെ ആളുകളായി, അതുകൊണ്ട് ഇനി മുജാഹിദായി കളയാം എന്ന് വിചാരിച്ചിട്ടല്ല. മറിച്ച് നമ്മുടെ പ്രബോധകന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ, അവരുടെ സീഡികൾ, അവരുടെ ലേഖനങ്ങൾ, ലഘുലേഖകൾ, ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ആളുകൾ മുജാഹിദാവുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും ജന്മന മുജാഹിദായ ആളുകളല്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ കേട്ടുകൊണ്ട്, തൗഹീദി പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് തൗഹീദ് മനസ്സിലാക്കുകയും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ആളുകളാണ്. അത്തരം ആളുകൾ എന്ന നിലയിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പ്രായമുള്ള ആളുകൾ ബഹുമാന്യനായ ഉമർ മൗലവിയുടെ, സെയ്ദ് മൗലവിയുടെ, NP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒക്കെ പ്രഭാഷണങ്ങൾ കേട്ട് തൗഹീദ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ എന്റെ മുമ്പിലുണ്ടാകാം. അത്തരം ആളുകൾ കൂടി അതല്ലാത്ത ആളുകളും ഞാൻ ഇനി വായിക്കുന്ന വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വാചകം നിങ്ങൾ മനസ്സിലാക്കിയ തൗഹീദുമായി പൊരുത്തപ്പെടുന്നതാണോ അല്ലേ എന്ന് ഒന്നാമതായി നമ്മൾ ആലോചിക്കുക. ഈ ലേഖനത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതുകയാണ്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന. ഒരാൾ രാത്രിയിൽ ഇരുട്ടിലൂടെ നടന്നു പോവുകയാണ്, അയാളുടെ കയ്യിൽ വെളിച്ചമില്ല, അയാൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയില്ല. ഈ ഒരു പ്രയാസത്തിൽ അയാൾ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ച്, ജിന്നെ എന്നെ ഒന്ന് സഹായിക്കുമോ, ജിന്നെ എനിക്കൊന്ന് വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്നതാണോ നമ്മൾ ഇക്കാലം വരെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത തൗഹീദ്? ഇനി വീണ്ടും തുടരുകയാണ്. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല എന്നാണ്. ഈ ഒരു തേട്ടം ജിന്നിനോട് അല്ലെങ്കിൽ മലക്കിനോട് നമ്മൾ നടത്തിയാൽ അതിലെന്തില്ല? അഭൗതികതയില്ല. അതിൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള തേട്ടമല്ല, അത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്ന 3 ന്യായങ്ങളാണ് ഇവിടെ അബ്ദുൽ ജബ്ബാർ മൗലവി പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുന്നതാണോ? സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട്, തിരുസുന്നത്ത് കൊണ്ട് നമുക്ക് തെളിയിച്ചു തരണം. നിങ്ങൾ മരുഭൂമിയിൽ അകപ്പെട്ടാൽ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അകപ്പെട്ടാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നിങ്ങൾക്ക് വിളിച്ചു തേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ ജിന്നുകളോട് നിങ്ങൾ വിളിച്ചു തേടിക്കൊള്ളുക. നിങ്ങൾക്ക് മലക്കുകളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ മലക്കുകളോട് നിങ്ങൾ വിളിച്ചു തേടിക്കൊള്ളുക എന്ന് അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചാൽ നമുക്ക് പറയാം അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അത് അല്ലാഹു അങ്ങനെ സൃഷ്ടികൾ ഏർപ്പെടുത്തി നമുക്ക് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല എന്ന് പറയണമെങ്കിലും അങ്ങനെ പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് വേണം. അങ്ങനെ പ്രമാണങ്ങളിൽ നിന്ന് ഒരു തെളിവുമില്ലാതെ, വിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ പിൻബലമില്ലാതെ നടത്തിയ ഈ പരാമർശമാണ് ഇന്ന് കേരളത്തിലെ ഇസ്ലാഹി സമൂഹത്തിൽ ഒരു വലിയ ദുരന്തമായി മാറാനുള്ള തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ടാവും നമ്മളുടെ കൂട്ടത്തിൽ? ഒരു പക്ഷേ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല, പലരും ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇത് കേവലം ഒരു ശിർക്കാരോപണമാണ്, ശിർക്കാരോപണം എന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറയോ, പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇവിടെ ഈ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല, അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല എന്നതാണ് ഒന്നാമത്തെ വിഷയം. ഇത് പറയുമ്പോഴുണ്ടാകുന്ന മറ്റൊരു വ്യാഖ്യാനം എന്ത് എന്ന് ചോദിച്ചാൽ,
അത് അബ്ദുൽ ജബ്ബാർ മൗലവി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു ഹദീസ് നേരത്തെ പറഞ്ഞ ദുർബലമായ ഒരു ഹദീസ് ഇല്ലേ, ഇബാദല്ലാഹ് അഈനൂനി എന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്നാണ്. അല്ല, അബ്ദുൽ ജബ്ബാർ മൗലവി പറയുന്നു ഞാൻ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലേ പറഞ്ഞതല്ല. പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദം എന്താണ്? അദ്ദേഹം തന്നെ ഈ വിഷയം ചർച്ചയായപ്പോൾ അദ്ദേഹത്തിനെതിരെ കേരള ജമിയത്തുൽ ഉലമയിൽ അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷം അദ്ദേഹം പുറത്തിറക്കിയ ഒരു ലേഖനമുണ്ട്, ജിന്ന് പുതിയ വിജ്ഞാപനവുമായി പണ്ഡിത സഭ എന്നാണ് ആ ലേഖനത്തിന് അദ്ദേഹം കൊടുത്ത തലവാചകം. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? പരിസരം ശൂന്യം, സമീപത്തൊന്നും ആരെയും കാണുന്നില്ല, തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഈ ശബ്ദം പുറപ്പെടുവിച്ചത് ജിന്നോ മലക്കോ ആയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ മനുഷ്യരോട് നേരിട്ട് ചോദിച്ചാൽ പ്രാർത്ഥനയാവാത്ത ഒരു കാര്യം ആ ശബ്ദത്തിന്റെ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകുമെന്ന് തെളിയിക്കാനോ സമർത്ഥിക്കാനോ പുതിയ ഫത്വക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ആരാ പുതിയ ഫത്വക്കാര്? ജമിയത്തുൽ ഉലമ. ജമിയത്തുൽ ഉലമ എന്താ പറഞ്ഞത്? ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും നമ്മൾ ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല, അത് ശിർക്കാണ്. ഫീ ശൈഇൻ മിനൽ അശ്യാ. ജമിയത്തുൽ ഉലമ മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജമിയത്തുൽ ഉലമ പറഞ്ഞു ശിർക്കാണ്. അത് പറഞ്ഞതിനാണ് അദ്ദേഹം പറയുന്നത് അതൊരു പുതിയ ഫത്വയാണ്. എന്ത്? ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ്. എന്തുകൊണ്ടാ ശിർക്കാവാത്തത്? അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു, ഒരാള് മനുഷ്യരോട് നേരിട്ട് ചോദിച്ചാൽ ശിർക്കാവാത്ത ഒരു കാര്യം ആ ശബ്ദത്തിന്റെ ഉടമയെ, അതായത് ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ച് ചോദിച്ചാൽ എന്താവില്ല? ശിർക്കാവില്ല. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ മരുഭൂമിയിൽ മാത്രം ബാധക അല്ല. നമ്മളുടെ ആളുകളുടെ ഇടയിൽ ഈ വിശ്വാസം എത്തിക്കഴിഞ്ഞു. ഒരാളോട് ഈ ആശയം വെച്ചു പുലർത്തുന്ന ഒരാളോട് നമ്മളുടെ ഒരു പ്രവർത്തകൻ വിളിച്ചു ചോദിച്ചു, അല്ല സുഹൃത്തെ, ഞാനിങ്ങനെ പോകുമ്പോ വെള്ളത്തിൽ വീണ് ഒഴുകിപ്പോവാണ്, അപ്പോ അവിടെ ജിന്നുണ്ടാവും വിചാരിച്ചിട്ട് ജിന്നെ എന്നെ ഒന്ന് കരക്കെത്തിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ശിർക്കാവൂല, ഹറാമേ ആവുള്ളൂ. കാരണം എന്താ? ഈ പറഞ്ഞതാണ് അയാളുടെ മാനദണ്ഡം. അഥവാ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാവാത്ത ഒരു കാര്യം. ഞാൻ വെള്ളത്തിൽ വീണിട്ട് ലത്തീഫ് സുലമി അവിടെ ഉണ്ടെങ്കിൽ ലത്തീഫ് സുലമി എന്നെ ഒന്ന് പിടിക്കണമെന്നാണ് ശിർക്കല്ല, അത് ശിർക്കാവില്ല. ഇങ്ങനെ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാവാത്ത ഒരു കാര്യം ജിന്നിനോടോ മലക്കിനോടോ ചോദിച്ചാൽ ശിർക്കാവില്ല. അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന കാര്യത്തിൽ മുവഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ജിന്നിനോടോ മലക്കിനോടോ എന്റെ ശബ്ദം അവർ കേൾക്കുമെങ്കിൽ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായിക്കാൻ സാധ്യമെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതി ഒരാൾ സഹായം ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാണെന്ന് വാദമുള്ളവർ എങ്ങനെയാണ് അത് ശിർക്കും അവരോടുള്ള പ്രാർത്ഥനയും ആകുന്നതെന്ന് രേഖാമൂലം തെളിയിക്കട്ടെ. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതിന് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം രേഖ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? മൊയ്തീൻ ശൈഖയെ കാക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ? ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ? മമ്പർത്ത് തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിർക്കാകുമോ? അതുപോലെ ശിർക്കാണിത്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു കഴിവ് അവർക്ക് നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സംവിധാനം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് സഹായം തേടാൻ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ അകപ്പെട്ടാൽ രക്ഷിക്കാൻ അവിടെ ജിന്നുകളുണ്ട്, ആ ജിന്നുകളെ നിങ്ങൾ വിളിച്ചു തേടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ജബ്ബാർ മൗലവി പറയുന്നത്. അത് പറഞ്ഞ് എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ, റഖീബിനോടും അതീദിനോടും ഒരാൾ സഹായം ചോദിച്ചാൽ ശിർക്കാകോ? ഇല്ല, അത് പൊട്ടത്തരം മാത്രമേ ആവുള്ളൂ എന്നാ. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഹുക്കുമില്ലല്ലോ, പൊട്ടത്തരം എന്ന് പറഞ്ഞൊരു ഹുക്കുമ്. സഹായം ചോദിച്ചാൽ എന്തേ ആകുള്ളൂ? അത് വിഡ്ഢിത്തം മാത്രമേ ആകുള്ളൂ. ഒരാളുടെ വണ്ടി താണുപോയി ആ കാറ് തള്ളിത്തരണേന്ന് ജിന്നിനോട് പറഞ്ഞാലോ അത് ശിർക്കാവൂല. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോ പണ്ടത്തെ ചില ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്, ഈ മുജാഹിദുകൾക്ക് കുഞ്ഞീദ് മദനിയുടെ ഒക്കെ പുസ്തകം വായിച്ച ആളുകൾക്കറിയാം, ചുരത്തിൽ നിന്ന് വാഹനം വരുമ്പോ അത് അപകടത്തിൽപ്പെട്ടാൽ അതിലുള്ള വ്യത്യസ്തരായ ആളുകൾ പ്രാർത്ഥിക്കുന്ന രീതി എന്താണ്? ഒരാൾ മൊയ്തീൻ ശൈഖ എന്ന് പറയും, ഒരാള് ഗുരുവായൂരപ്പ എന്ന് പറയും, വേറൊരാള് വേറെ ആരെങ്കിലും വിളിക്കും. മുവഹിദായ മനുഷ്യൻ ആരെ വിളിക്കും? അള്ളാഹിനെ വിളിക്കും. ആ അള്ളാഹുവിനെ വിളിച്ചിരുന്ന മുജാഹിദുകൾക്ക് ഇപ്പൊ ത്രിത്വമായി എന്നാണ്. ക്രിസ്ത്യാനികളുടെ ത്രിത്വ സിദ്ധാന്തത്തിലേക്ക് മുജാഹിദുകൾ മാറി. അള്ളാഹിന്റെ ഒപ്പം ആരോടും പറയാം, മലക്കിനോടും പറയാം, ജിന്നിനോടും പറയാം, ശിർക്കാവൂല.
കുബൂരികൾ പരിഹസിക്കുകയാണ്. കാരണം ഒരാള് ചുരത്തിന്റെ മുകളിൽ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് വരികയാണ്, വണ്ടിയുടെ ബ്രേക്ക് പോയി, ഇയാൾ പറയാ ചുരത്തിന്റെ മുകളിൽ ജിന്നുണ്ടാവും വിചാരിച്ചിട്ട് ജിന്നെ എന്റെ വണ്ടി ഒന്ന് താങ്ങണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നിടത്ത് ആളുകൾ എത്തിച്ചേർന്നു എന്നതാണ് ഇതിന്റെ ഒരു വശം. ഇത് ഏതാണ്ട് ഇപ്പൊ എങ്ങനെയായെന്ന് വെച്ചാൽ പണ്ട് ഈ ഏത് ശിർക്കൻ സമൂഹത്തിലേക്കും ശിർക്ക് കടന്നു വന്നത് നമുക്കറിയാലോ. ജസീറത്തുൽ അറബിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് ഇത് ശിർക്ക് ചെയ്യാൻ വേണ്ടി വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചതല്ല. ആ നൂഹ് നബിയുടെ സമൂഹത്തിലേക്കും അങ്ങനെ തന്നെയാണ്. വിഗ്രഹം പിന്നെ അത് ആരാധിക്കപ്പെടുന്ന വസ്തുവായി മാറിയതാണ്. ജബ്ബാർ മൗലവി എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇത് തേടിയാൽ ശിർക്കാവൂല, ഇത് തേടിയാൽ ശിർക്കാകൂല എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു. ജമിയത്തുൽ ഉലമയുടെ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താണ്? അത് ഹറാമാണോ, അനുവദനീയാണോ, അനി അതല്ല നിർബന്ധമാണോ, എന്താ? അതൊന്നും ഞാൻ പറയില്ല, അത് ജമിയത്തുൽ ഉലമ പറഞ്ഞോന്ന്. അപ്പൊ അഹമ്മദ് അലി മദനി ചോദിച്ചു, എന്നാ പിന്നെ ഇതും ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പോലെ, ശിർക്കാണോ അല്ലേന്നും ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പോലെ, ശിർക്കല്ല നിങ്ങൾ പറയാ ബാക്കി ജമിയത്തുൽ ഉലമ പറയാന്ന് പറഞ്ഞത് അതൊരു ശരിയല്ലല്ലോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് മാറി ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അരീക്കോട് പ്രദേശം കേൾക്കാത്ത ആളുകൾ എന്റെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ ഈ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തൗഹീദിന്റെ സന്ദേശം ഏറ്റവും ആദ്യം എത്തിയ പ്രദേശമാകും അരീക്കോട്. ആ അരീക്കോട് തൗഹീദ് എത്തിയ കുടുംബത്തിലെ അരീക്കോട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാറാണ് NV അബ്ദുസ്സലാം മൗലവിയാണ്. തൗഹീദിന്റെ പ്രഥമ പ്രബോധകനായി അവിടെ രംഗത്ത് വരികയും ആ പ്രദേശത്ത് മാറ്റമുണ്ടാക്കുകയും ചെയ്ത പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിൽപ്പെട്ട ഒരാള് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്, നമ്മളിപ്പോ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുന്നു, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നെ സഹായിക്കട്ടെ, അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ ആരിലേക്ക് സമർപ്പിച്ചാലും ശിർക്കാണ്. ശിർക്കാകുന്ന കാര്യം അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം, അല്ലാതെ ആരിലേക്ക് സമർപ്പിച്ചാലും മനുഷ്യനിലേക്ക് സമർപ്പിച്ചാലും അത് ശിർക്കാണ്. ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടു എന്നൊന്ന് സഹായിക്കേ എന്ന് ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ലാന്ന് എല്ലാവരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാൻ പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരില്ല. അതിൽ മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളന്നില്ല വിളിച്ച് സഹായം ചോദിക്കുമ്പോ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, അല്ല മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് ജിന്നുകളുടെ, മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ള നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മളുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖ്ബിൽ വാദിനി. അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് മുഖ്ബിൽ വാദി, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്
താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് നമ്മൾ മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനും ജിന്നുകൾക്കുള്ള നബിയാകുന്നതും യഥാർത്ഥത്തിൽ അവർ അഭൗതികരല്ല എന്ന